സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച തുടങ്ങി. മന്ത്രിമാരായ പി രാജീവും ഡോക്ടർ ബിന്ദുവുമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇപ്പോൾ രാജ്ഭവനിൽ ഉമേഷ് ബാലകൃഷ്ണൻ മറ്റു വിവരങ്ങളുമായി കവടിയാറിൽ നിന്നും തത്സമയം ചേരുകയാണ്. ഉമേഷ്, പറയൂ. ഏറ്റവും നിർണായകമായ ചർച്ച ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ 10 മണിക്ക് നിശ്ചയിച്ചിരുന്ന ചർച്ച 8:30-ക്ക് മാറ്റുകയായിരുന്നു. 8:30യോടുകൂടി മന്ത്രിമാരായ ബിന്ദുവും പി രാജീവും ഇവിടെ എത്തി. 8:45 ചർച്ച ആരംഭിച്ചു. ഏറ്റവും സുപ്രധാനമായി സർവകലാശാലകളുടെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ചർച്ച. 13 സർവകലാശാലകളിൽ നിലവിൽ സ്ഥിരം VC ഇല്ല. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരുമായി കൂടിയാലോചിച്ച് സമവായത്തിന്റെ ഭാഗത്തിൽ ഈ VC നിയമനം നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ തങ്ങളുടെ സർക്കാരിന്റെ പ്രതിനിധിയായി ബിന്ദുവിനെയും പി രാജീവിനെ നിശ്ചയിച്ചു എന്നുള്ള അറിയിപ്പ് സർവകലാശാലയ്ക്ക് നൽകി. ആ അറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർ ഈ രണ്ടുപേരെയും ചർച്ചയ്ക്ക് വിളിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത്. പക്ഷേ ആ അറിയിപ്പ് അറിയിച്ചതിന് ശേഷമായിരുന്നു ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലെയും താൽക്കാലിക VC-മാരായി വീണ്ടും സിസ തോമസിനും ശിവപ്രസാദിനും നിയമനം നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കടുത്ത എതിർപ്പുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി ഒരു കത്ത് കൂടി രാജ്ഭവൻ അയച്ചിരുന്നു. അത്തരത്തിലുള്ള നിയമനം നിയമവിരുദ്ധമാണെന്നും അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്തയച്ചത്. എന്തായാലും ആ വിഷയവും ചർച്ചയ്ക്ക് എടുക്കുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായി അറിയേണ്ടത്. എന്തായാലും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പഞ്ചാബ് ഹൈക്കോടതി വിധിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. അത് സർവകലാശാല നിയമ ഭേദഗതി നിയമം നിയമസഭ പാസാക്കിയ ശേഷം ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന് അത്തരത്തിൽ സമാനമായ ഒരു കേസ് പഞ്ചാബിൽ നടന്നപ്പോൾ പഞ്ചാബ് സർക്കാരിന് അനുകൂലമായി സുപ്രീം കോടതി വിധി ഉണ്ടായി. ആ വിധി കൂടി പരിഗണിച്ച് സർവകലാശാല നിയമ ഭേദഗതി ബിൽ അംഗീകരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കും. 2 സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ 5 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കും. VC-മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം പാടില്ല എന്നും അക്കാദമിക് താല്പര്യം മാത്രമായിരിക്കണം ഇതിന് ഒരു അടിസ്ഥാനമാവുക എന്നുള്ള ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും രാജ്ഭവൻ എന്ത് നിലപാടെടുക്കും, ഗവർണർ ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഒപ്പം തന്നെയാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ സർക്കാരിൻ്റെ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞാൽ അതിൽ ഏത് നിലപാട് ഗവർണർ സ്വീകരിക്കുമെന്നുള്ളതും ഈ ചർച്ചയുടെ ദിശ അല്ലെങ്കിൽ നാളെ സുപ്രീം കോടതിയിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ കാരണമാവുകയും ചെയ്യും. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.